ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 45. അപ്പൊ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ജിത്തുബായ്, വെൽക്കം. കുറച്ചു കാലം ജിത്തുബായ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വൈൽഡ് കാർഡ് എൻട്രി ഞങ്ങൾ ഇറക്കിയതാണ്. കാരണം പ്ലാച്ചി പോയതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഫില്ല് ചെയ്യണമല്ലോ. പ്ലാച്ചിക്ക് വരെ ഞങ്ങൾ ജിത്തുബായിൽ ഇറക്കിയിരിക്കുകയാണ്. അപ്പോ ദ ക്ലാസിക് ടാസ്ക് ഓഫ് ബിഗ് ബോസ് അല്ലേ, ഹോട്ടൽ ടാസ്ക്. ആദ്യമേ പറയാലോ, അതിനകത്തുള്ള ഒരാൾക്ക് പോലും ഇത് എങ്ങനെയാ കളിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കണം, സ്റ്റാർ കിട്ടണം, വരുന്ന ആൾക്കാരെ സൂചിപ്പിക്കണമെന്നില്ല. അവർക്ക് ഇതിനെ കുറിച്ചൊരു സത്യം പറഞ്ഞാൽ ഒരു പ്രീവിയസ് ഇയേഴ്സിലെ ബിഗ് ബോസ് പോലും കാണാതെ കേറിയതാണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം എനിക്ക് എന്താ പറയാ, ബിഗ് ബോസിനെ കുറിച്ചുള്ള റിസർച്ച് കൂടി പോയതാണോ പ്രശ്നം തോന്നുന്നത്. എന്തൊക്കെയോ കാണിക്കണം ഒരാൾക്കും ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ഓർബിറ്റിംഗ് ആണ് അവിടെ നടന്നിട്ടുള്ളത്, വേറെ ഒന്നും കാര്യമായിട്ട് നടന്നതായിട്ട് എനിക്ക് അറിയാം. പിന്നെ ആകെ ഇന്നത്തെ ടാസ്ക് ഞാൻ പറയാം, ഒരൊറ്റ ആളാണ് ടാസ്ക് തൂക്കിയത്, ദാറ്റ് ഈസ് അനീഷ്. പക്ഷെ അത് വേറെ കാര്യമുണ്ട്, അനീഷ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഈ ടാസ്കിൽ ഇങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല. അത് അയാൾക്കൊരു പേഴ്സണലി ഒരു സാധനം വന്നതുകൊണ്ട് അത് അയാൾക്ക് ഭയങ്കര ഒരു എംപാരസിങ് ഷെയിമായിട്ട് തോന്നിയപ്പോൾ അയാൾ കയറി റിയാക്ട് ചെയ്തൊരു സാധനമാണ്. അതയാൾ പറഞ്ഞു, അത് ഉണ്ടി കൊണ്ടുപോകണ ചേറിന്റെ കാര്യമല്ല, മറ്റേ മേക്കപ്പ് ഇട്ട കാര്യത്തിനാണ്. അതന്നെ, അതിനാണ് അയാളത് ഓബിയസ്ലി. അപ്പൊ അനീഷ് വന്ന ഗസ്റ്റിനെ കൊണ്ട് സോറി പറയിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അനീഷ് ഒരു റേഞ്ച് ഉണ്ട്. അത് അനീഷ്. അപ്പൊ ഇന്ന് ചെയ്തതിൽ ഞാൻ പറയല്ലോ, ഒന്ന് അനീഷ്, രണ്ട് ലക്ഷ്മിനെ സമ്മതിച്ചു കൊടുക്കണം. ലക്ഷ്മി നിന്ന സാധനം നിന്നപടി ചെയ്തു. ലക്ഷ്മി അവിടെ നിന്ന സംഗതി മൊത്തത്തില് ശോഭ അടിയോടടിയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് ഇവന്മാർക്ക് എന്ത് കുന്തവിടെ കാട്ടണ്ടെന്ന് അറിയാതെ പൊട്ടന്മാരമാർക്ക് ഇറങ്ങി ഒരു ഐഡിയ ഇല്ലാതെ കറങ്ങി. ഓക്കെ, ഇതിപ്പോ ബാക്കി സീസണിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഞങ്ങളെ സീസണിൽ ഒന്നിങ്ങനെ ഈ ടാസ്ക് ലേസി ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഈ സീസൺ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്ക്. അല്ല, അത് കൃത്യമായിട്ട് അഖിൽമാരാര് പറഞ്ഞത് കേട്ടില്ലേ? മാരാര് വീഡിയോ ഇട്ടിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ആ സംഗതി. ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് അറ്റ്ലീസ്റ്റ് ഇവര് പ്രീവിയസ് ഇയർ കാണേണ്ടിയിരുന്നു. അതിന് വലിയ കോമഡി എന്താ വെച്ചാൽ, ഇതിന്റെ മുന്നേ ഹോട്ടൽ ടാസ്കിലൊക്കെ പരിചയമുള്ള രണ്ടാൾക്കാർ വന്നിട്ട് ഹോട്ടൽ ടാസ്കിൽ പെരുമാറിയത് അതിന് വലിയ വിറ്റത്. ഇനി അടുത്തത് പറയാനുള്ളത്, ഈ ടാസ്കിന്റെ ഒരു തുടക്ക സ്റ്റേജ് മുതലാണ് ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആരാ? ഈ പറ നിങ്ങൾക്കോ? എങ്ങനെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ല, മറ്റേത് മുന്നിൽ വടിയും പിടിച്ചിരിക്കണ ആൾക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് ചെയ്യിക്കാം, കാരണം ഒരു മാജിക്കൽ പവർ കയ്യിലുണ്ട്. പല കാര്യങ്ങളും അവിടെ പോയി വിഷ് ചെയ്ത് കഴിഞ്ഞ് ഈ വടി കയ്യിൽ നിന്ന് മാറുമ്പോ പല സാധനങ്ങളും ചെയ്യാൻ പറ്റും. എന്താ പറയാ, ഭയങ്കര ട്രിക്കിയാണ്. പക്ഷെ അത് സാബുമാനെ ബിഗ് ബോസ് വിളിച്ച് ഊക്കി വിട്ട പോലെ പോയി. അതായത് ക്യാമറയിൽ എന്തായാലും ഇതിനകത്ത് പെടില്ല. അപ്പൊ പിന്നെ ഈ ഒട്ടും ക്യാമറ കണ്ടെങ്കിൽ പുറത്തു ആകെ മൊത്തം തട്ടി ഒഴിവാക്കി. അതവിടെ നെവിൻ പോയി പറയും ചെയ്തു, ഇതെന്തെങ്കിലും ഈ മനസ്സിലാക്കി മനഃപൂർവ്വം മാസ്ക് കൊടുത്തോ മറ്റേ പല്ലൊക്കെ കാട്ടി തട്ടി ഒഴിവാക്കി ചെങ്ങായിനെ. അതല്ല എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. എനിക്ക് അഭിപ്രായം പറയട്ടെ, ഏറ്റവും പവർഫുൾ ഇങ്ങനത്തെ ടാസ്കുകളിൽ കത്തുക ഗിസയിലാണ്. ഗിസയിൽ ചെയ്ത റോൾ, ആ വീട്ടിലെ സെക്യൂരിറ്റി. മാരാര് കത്തിയത് സെക്യൂരിറ്റിയിലാണ്. കഴിഞ്ഞ ഞങ്ങളെ സീസണിലും സെക്യൂരിറ്റി ഗിസയിലായതുകൊണ്ടായിരിക്കണം നമുക്ക് ആർക്കും അതൊരു ശരിയാന്ന് തോന്നാത്തത്. അല്ല, ഗിസയിൽ കൊടുത്ത റോൾ എന്താ, റഷ്യന്ന് വന്ന സൂപ്പർ എന്തോ മറ്റേ സാധനമാണ്. അവിടെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഒരു അതിന് വായിച്ച ടാസ്ക് ലെറ്റർ വായിച്ചപ്പോ ഒരു സാധനം ഉണ്ട്, ഈ സെക്യൂരിറ്റിന് വായും ഒരു ഈച്ച പോലും അനങ്ങില്ല. ഏത് ഹോട്ടലിനകത്ത് അതൊക്കെ ഭയങ്കര സാധനം. ഈ ചെങ്ങായിന്റെ ടാസ്ക് ലെറ്റർ വായിക്കുന്ന പോലും മര്യാദയ്ക്ക് മനസ്സിലാവണില്ല, അന്തമില്ല. അതേപോലെ അതിന് മനസ്സിലാവാനിട്ടല്ല, അതാണ് പ്രശ്നം, മനസ്സിലാവാനിട്ടല്ല. ഇത് വായിച്ചു തുടങ്ങുമ്പോ തന്നെ എനിക്ക് എത്ര സ്റ്റാർ കിട്ടുന്ന ആലോചിച്ചിട്ടാണ് ഇത് വായിക്കുന്നത്. അതേപോലെ ആദില നല്ല പവറുള്ള ഒരാളാണ്. ആദിലേക്ക് എന്താ പരിപാടി അറിയോ? ആദിലേന്റെ പവർ കൊടുത്തപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദിലേക്ക് അവിടെ ബോസി ആയിട്ട് നടക്കാം. ആദിലേന്റെ ആദിൽ എന്നിട്ട് അവിടെ എന്താ കാണിച്ചു നടന്നീന്നേ? ആദിൽ അവിടെ ലക്ഷ്മിന്റെ വാലും തൂക്കി നടക്കുക, ശോഭ വന്നപ്പോ ശോഭേന്റെ വാലായിട്ട് പോവുക. ശരിക്കും ആ ഹോട്ടൽ ശരിക്കുണ്ടല്ലോ, ഗസ്റ്റ് ഫുഡ് കഴിക്കുമ്പോ അവരൊപ്പം പോയിരുന്ന് കഴിക്കാം, അവർക്കുള്ള അതേ സാധനം അവർക്ക് കഴിക്കാം. അതൊക്കെ ചെയ്യേണ്ട ആള് ചെന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ തുറന്ന് അവിടെ കച്ചറ ഉണ്ടാക്കുക, അടുക്കളയിൽ പോയിട്ട് അടി ഉണ്ടാക്കുക. ഇതൊക്കെയാണ്
ഇയാള് ചെയ്യണം. അതുകൊണ്ടാണ് തോന്നുന്നു മറ്റേ ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ ഇനി എന്താ അതിലേക്ക് ഒരു പവർ കൊടുത്തത്. അല്ല ആ പവർ വരുന്ന ഓൾറെഡി പറയുമ്പോ ബാക്കിയുള്ളവരെ ഫുള്ള് വരച്ച വരയിൽ എടുത്തിട്ട് ആ പവർ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ അടിക്കുന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ആ GM ഇവിടെ ഇറക്കി വിടാൻ പറ്റും. സ്വന്തം ഹോട്ടലല്ലേ, GM ഇവിടെ ഇറങ്ങി പോകണം, റിസൈൻ ചെയ്യാൻ പറയാലോ. വേണമെങ്കിൽ എന്ത് പണി വേണേ ചെയ്യായിരുന്നു. പോയി അടക്ക് ഇവര് ലക്ഷ്മി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ലക്ഷ്മി അവിടെ ഇരുന്നിട്ട് വരച്ചവർ, അതായത് ഇടയ്ക്ക് ഫോണൊക്കെ എടുത്തിട്ടേ ഓണർ ഇവിടെ ഏതൊരു ചെക്കരിയും കൊണ്ടു ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നൊക്കെ ലക്ഷ്മി ലൈവ് കണ്ടവർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആര്യൻ ഇതിനകത്ത് എപ്പിസോഡിനകത്ത് ബ്ലാങ്ക് ആണ്. പക്ഷെ ലൈവിലൊരു സാധനം ഉണ്ടായിരുന്നു, എപ്പിസോഡിലൊന്നുമില്ല. ആര്യന്റെ ഒരു ഗിറ്റാർ ഉണ്ട്. ആര്യൻ അതുകൊണ്ട് ഇന്ന് പാട്ട് പാടി കൊടുക്കണൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവും. അതിന് ബിഗ് ബോസ് എല്ലാരെയും വിളിച്ചിട്ട് സോഫയിൽ ഇരുത്തി ടൈമില് ബിഗ് ബോസ് ആര്യൻ വിളിച്ചപ്പോ അതില് ക്ലിങ് ക്ലിങ് പറഞ്ഞിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ഈ പ്രോപ്പർട്ടി എടുത്ത് കളിക്കണം കൊണ്ടുപോയിക്കണാണ് ഭയങ്കര കോണിയത്. അയ്യോ ലൈവ് ഒരു രക്ഷ ആരും ഫുള്ള് കൂറ വേണ്ടത് ശോഭ പറഞ്ഞപ്പോൾ ഇതെന്താ കച്ചറായി കിടക്കണേ, കൂറായി കിടക്കണേ. ലക്ഷ്മിനെ കൂറ. ആര്യന്റെ ചില സാധനങ്ങൾ രസമാണ്, ചില സാധനങ്ങൾ ആര്യൻ. പക്ഷെ ഇന്ന് ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആളെ സംഭവങ്ങൾ മുഴുവൻ തുടങ്ങി. അത് നല്ല രസമായിരുന്നു. പാട്ടിന് കുറച്ച് മൂക്കൊണ്ട് പാട്ടുണ്ട്, 3-4 പാട്ടുകൾ, ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ ലൈവില്. അതേപോലെ അഞ്ഞ് പറയാം തുടക്കത്തിൽ കയറാം. അപ്പൊ ആദില പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടായില്ല. ആരും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എപ്പിസോഡിൽ വലിയ ഇമ്പാക്ട് തോന്നില്ലെങ്കിലും ലൈവിൽ ഓക്കെ ആയിരുന്നു. ഒന്നും കാണിച്ചില്ലല്ലേ ശരിക്കും, ഭയങ്കര കോമഡി കാണിച്ചത്. ആള് ഒരു സാധനം വന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ ആര്യനും ഷോക്കാണ്. പിന്നെ ഉള്ളത് ലക്ഷ്മി, ഞാൻ പറഞ്ഞ കൂട്ടത്തില് ഫൈനാണ് ഈ ടാസ്ക് ചെയ്തതില്. ലക്ഷ്മി എനിക്ക് തോന്നുന്നത് ടാസ്ക് ചെയ്തതിൽ ലക്ഷ്മി അനീഷ് മോളില. ലക്ഷ്മിന്റെ മുൻകാലത്തിലുള്ള നമ്മളെ ബിഗ് ബോസ് അനുഭവങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വെച്ച് ജഡ്ജ് ചെയ്യുന്നില്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് സിനാരിയോ. ഈ ടാസ്കില് ലക്ഷ്മിയാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി മാത്രമല്ല നോറിയും അഭിലാഷും നല്ല രീതിയിൽ അവരുടെ ടാസ്ക്, കാരണം അവര് അധികം ഇവിടെ വന്നില്ലെങ്കിലും അവര് ബാത്റൂം നല്ല ക്ലീൻ ആയിരുന്നു. പക്കയായിട്ട് അവരുടെ ആ ഡ്യൂട്ടി സ്ഥലത്ത് തന്നെ നിന്നു, അവരെ കറക്റ്റ് ചെയ്തു. ഷാനവാസും ഈ പറഞ്ഞ അനീഷും ഡ്യൂട്ടി ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് ചെയ്യുന്നത് ഒരുമാതിരി ഉടായ്പും കൂടി ഒരു ചെയ്യലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് തീരെ ഇഷ്ടമാവാത്ത ബിന്നി ഷെഫാണ്, അതായത് ഹെഡ് ഷെഫാണ്, ചൈനയിൽ ഷെഫാണ്. ബിന്നി ശരിക്കും മേൽനോട്ടം നടത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ബിന്നി 24 മണിക്കൂർ ഇപ്പൊ അതിന്റെ ഉള്ളിൽ കൂടി നടക്കല. ബിന്നിയാണ് ശരിക്കും ആദില, അതായത് ഓണറുടെ മകളുടെ വിചാരം. ഗസ്റ്റ് വന്നപ്പോ മുതൽ ഗസ്റ്റിനോട് ഇരിക്കാൻ പറയണു, അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കണു, റൂമുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, എല്ലാം ബിന്നി ഓവറാക്കി ചളാക്കി. 500-5000 പണി ബിന്നി എടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന്. ബിന്നി അനുമോളോട് മത്സരിക്കുന്നു 5000 പണി കൊടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും ഓരോ റോളുകൾ കൊടുത്തു. സൈഡാട്ടോ. അക്ബർ അതേപോലെ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല അക്ബറിന്. അക്ബർക്ക് ഒരുപാട് തഗ്ഗും കോമഡിയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ കാര്യമില്ല, എന്താ അറിയോ, അക്ബർ കൺഫ്യൂസ്ഡ്, റൈന ഫാസിലും കൺഫ്യൂസ്ഡ്. കാരണം ആദ്യം ഒരു ജനറൽ മാനേജർ, പിന്നെ ഒരു മാനേജർ, പിന്നെ ഒരു അസിസ്റ്റന്റ് മാനേജർ. മനസ്സിലായി, ആ കൺഫ്യൂഷനിലായി പോയി. അനുമോള് വേറെ സാധനം ചെയ്തു. എന്താ വെച്ചാല് ഗസ്റ്റ് വരുമ്പോ മേഡം അങ്ങോട്ടൊന്നും പോകേണ്ടത് മാത്രം ഒതുക്കി കൊണ്ടുപോകും. അപ്പൊ അനുമോള് കുറെ സ്പേസ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു, പരിപാടികൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് തുടങ്ങിയപ്പോ തന്നെ അവിടെ എന്താണ് ആദ്യം ലൈവ് കണ്ടവർക്ക് അറിയാം, ഇവര് പരിപാടികൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ടുണ്ട്. ലൈവ് കണ്ടവർക്ക് അറിയാം ഇത് ആ തുടക്കം മുതൽ ഇതിന്റെ പോക്കം കണ്ടാന്നുള്ള അറിയുന്നു. അടിപിടി ബഹളം, ഹോട്ടലാന്നൊക്കെ മറന്നാണ്ട് നമ്മൾ വേറെ എവിടെ എത്തിയൊരു ഫീൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ഗസ്റ്റുകൾ വന്നു, നമ്മളുടെ ശോഭ ആൻഡ് ഷിയാസ് ഖരി. പറഞ്ഞപ്പോ അപ്പുറത്ത് ഷിയാസ് നല്ല ഷോ. അങ്ങനെ ഷിയാസും ശോഭയാണ് വന്നിട്ടുള്ളത്. വന്നപ്പ മുതൽ അടി തുടങ്ങിയതാണ് രണ്ടുപേരും. അവര് തമ്മിൽ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തല്ലുകൊടുക്കുന്നു. ഞാൻ വേറെ കാര്യമായിട്ട് ഇവര് ഞാൻ ഇത് വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, വന്നിട്ട് അവർ കൊണ്ടുവന്ന പാക്കേജ് ഓക്കെയാണ്. അതായത് ഇതിനകത്തുള്ള ആളുകളെ ഒന്ന് കുലുക്കുക, അവര് ഗെയിമിന് ഒന്ന് നിൽക്കുള്ള പാക്കേജ് ഓക്കെയാണ്. പക്ഷെ അവര് ഗെയിമും കൂടി കളിക്കണം. അവര് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അവര് വന്നത്, കളിക്കാനും കളിപ്പിക്കാനും. അവര് ആ ഹോട്ടലിലെ ഗസ്റ്റും കൂടി ആയിട്ടാ വന്നേ. പക്ഷെ അവര് പക്ക ചലഞ്ചേഴ്സ് ആയിട്ട് മാറി. അവര് ഭയങ്കര ചലഞ്ചേഴ്സ് ആയിട്ട് മാറുമ്പോ എന്താ പറ്റുന്നറിയോ, ഓൾറെഡി ആ വീട്ടിനകത്തുള്ളവർക്ക് ഈ ഗെയിം കളിക്കാൻ അറിയില്ല. അപ്പൊ ഈ വന്ന ആൾക്കാർ എന്ത് ചെയ്യണം,
അതൊരു ഗെയിമിന്റെ ഫോർമാറ്റിക്, കാരണം ഇവര് എക്സ്പീരിയൻസ്ഡ് ആണ്. ഗെയിമിന്റെ ഫോർമാറ്റിക് ഈ സാധനം കൊണ്ടുവന്നിട്ട് വേണം അവരെന്ത് ചെയ്യാൻ ഈ സാധനങ്ങൾ. ഗസ്റ്റും കോസ്റ്റും ഒരേ മാതിരിയാണ് പെരുമാറിയോടുന്നത്. അല്ലാതെ ചെയ്യണം അങ്ങനെ തന്നെ. പക്ഷെ അറിയോ അതെങ്ങനെ വെച്ചാൽ നൈസ് ആയിട്ട് ചെയ്യണം, അപ്പോഴാണ് രസമുള്ളൂ. ഇവര് ലക്ഷ്മിനെയാണ് നോക്കാൻ വന്നതെന്നുള്ളത് അറിയുന്നത്. അതേപോലെ ലക്ഷ്മിന്റെ പിന്നാലെ ലക്ഷ്മിക്ക് വന്നത് മുതൽ ശോഭന്റെ അടി എന്ന് പറഞ്ഞാൽ അടി അടി അടി. പക്ഷെ പിന്നെ മൂപ്പത്തി കേറുമ്പോഴോ എവിടുന്നോ ഒരു വാഴ കിട്ടിയിട്ടുണ്ട്. അത് വന്നപ്പോൾ മുതൽ പോണ വരെ വാഴയും വാഴത്തോട്ടം തന്നെയാണ്. അല്ല, ലക്ഷ്മീനെ അടിക്കാനാണെന്നുള്ളത് ഫസ്റ്റ് കേറിയപ്പോ തന്നെ എന്തായാലും ഉറപ്പാണ്. പക്ഷെ ലക്ഷ്മീന്റെ ഒരു സീൻ എന്താ അറിയോ, ലക്ഷ്മീനെ ഇനി എന്താരും അടിച്ചാലും പറഞ്ഞാലും ലാലേട്ടൻ പറഞ്ഞിട്ട് വരുന്നതാ ഈ നിർത്താണ് ലക്ഷ്മി. ലക്ഷ്മിക്ക് ഒരു രീതിയിൽ ഇതാ നീ ഉള്ളില് ചിലപ്പോ കരയുണ്ടാവും. അല്ല, അന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോ ലാസ്റ്റ് മൂപ്പത്തി തന്നെ പറഞ്ഞത് എന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണെന്ന് ഉണ്ടാകുന്നത്. ഇങ്ങനെ നിക്ക കല്ല് പോലെ നിക്കണ അവിടെ ലക്ഷ്മി. അങ്ങനെ ലക്ഷ്മി ആൾക്കാര് ബോസി സ്റ്റൈൽ ഉണ്ട് ഇവരൊക്കെ പറയണ പോലെ തന്നെ. കാരണം ഈ ഒരു ഇതിലും ഇവർക്കൊക്കെ ദേഷ്യം വരുന്നത് ഈ മൂപ്പത്തിന്റെ സംസാരം കൊണ്ടാണ്. അവിടെ അങ്ങോട്ട് നടക്കും ഇവിടെ അപ്പൊ ലക്ഷ്മി അടി വാങ്ങി കൂട്ടി. ലക്ഷ്മിനെ അടിക്കാനായിട്ടാണ് ശോഭയും ഷിയാസ് പുറത്തുനിന്ന് നമ്മൾ പറഞ്ഞ ആ കാര്യമൊക്കെ പറഞ്ഞത് 2017 പോസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് വാൺ ചെയ്തു, പിന്നെ എല്ലാം പറഞ്ഞു. പക്ഷെ അവിടെ പതറിയവര് ആ സാധനം കിട്ടിയപ്പോ ഒന്ന് പതറി. ഷിയാസ് പറഞ്ഞു ലക്ഷ്മി ഒന്ന് പതറി. ലക്ഷ്മി ഒന്ന് അവിടെ കിടന്ന് ഒന്ന് വരണ്ട, ഒന്നിങ്ങനെ കളിച്ച് ലക്ഷ്മി. കാരണം എനിക്ക് ഇവർക്ക് എന്താ പറയാ ഇതേപോലെ വിസിബിലിറ്റി കിട്ടുന്ന കാര്യം ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ലക്ഷ്മിക്ക് ശരിക്കും പുറത്തുനിന്നുള്ള കാര്യം ആയതുകൊണ്ട് അത് കൂടുതൽ ലൈക്ക് അവിടെ ഒരു ചർച്ചയായില്ല. ചർച്ചയായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പെടാൻ മാത്രമുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത്. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞേ കയറിയ ആളുകൾ ഈ അവർക്ക് എന്താണെങ്കിൽ അവിടെ 24 hours ഉണ്ട്. ഈ 24 hours ഈ ഗെയിമിന്റെ ഉള്ളിൽ കൂടിയാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ അത് മർമ്മത്ത് കൊള്ളും. ഇതിപ്പോ എന്താ പറയാ അടി ലക്ഷ്മി എന്തായാലും ഉറപ്പിച്ചു. ശോഭ വന്നത് മുതൽ കുളിക്കാൻ പറഞ്ഞത് മുതൽ എനിക്കാണ് എല്ലാ അടി. അത് എന്തായാലും ലക്ഷ്മി ഉറപ്പിച്ചു. ലക്ഷ്മി ഉറപ്പിച്ചപ്പോ പിന്നെ ലക്ഷ്മി എക്സ്പെക്റ്റഡ് ആയിപ്പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുമ്പോ തലക്ക് കിട്ടണം. അത് ആർക്കാ കിട്ടിയറിയുന്നത്? അനുമോക്ക്. ഷിയാസ് പ്ലാച്ചീനടുത്ത് എഡിക്റ്റ് ചെയ്ത് കളഞ്ഞു. അല്ല, പക്ഷെ ആ എറിഞ്ഞത് മാത്രമേ മൂപ്പർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ മൂപ്പരെല്ലാം സോറിയും പറഞ്ഞു പിന്നെ ഒന്നില്ലെങ്കിൽ എറിയാൻ നിൽക്കരുത്. അല്ല, എന്നിട്ട് ഹോട്ടലിന്റെ ടാസ്ക് ഒക്കെ പറഞ്ഞു അനുമോളിന്റെ പെങ്ങളാണ് എന്നൊക്കെ. ഇനിയിപ്പോ മറ്റേ ഷോനെ പറ്റിയും കൂടെ പറഞ്ഞെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, സംഗതി പ്ലാച്ചീന് എറിഞ്ഞത് നല്ല കാര്യമാണ്. ഇപ്പൊ ഞാനാണ് കയറിയതെന്നുണ്ടെങ്കിൽ ഏറാവില്ല, ചിലപ്പോ കത്തിച്ചിട്ടുണ്ടാവും പ്ലാച്ചീനോട്ടിട്ട്. പ്ലാച്ചീനെ അത് എന്താ പറയാ അരോചകമായിട്ട് തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അനുമോളെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഒരാൾക്ക് മാത്രം ഒരു ഫേവറേറ്റ് ചെയ്ത് കൊടുത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വേറൊരു കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം, ഒരു കാര്യം എന്താ അറിയോ, എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരാം. ഓക്കെ, പ്ലാച്ചി മാത്രമല്ല അവിടെ ബാക്കിയുള്ളവരുടെയും പാവകളുണ്ട്. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ പ്ലാച്ചിനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സിന് എന്തില്ല, ഒരു വിഷയമില്ല, പ്രശ്നമില്ല. അവരത് കൊടുത്തു വിട്ടൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ അതിൽ മാത്രം കണ്ടന്റ് ഒതുങ്ങി പോകുന്ന അനുമോക്ക് അതൊരു ക്ലൂവും കൂടിയാണ്. ഭയങ്കര വലിയ ക്ലൂ ആണ് ഈ പ്ലാച്ചിയുടെ സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഷിയാസിന് കുറെ ഹെയ്റ്റ് കയറിയത്. പ്ലാച്ചിനെ വലിച്ചെറിഞ്ഞപ്പോ നീ ക്ലൂ കൊടുക്കാനാണോ പോയെന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ വന്നത് ഷിയാസിന്. അതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇതൊക്കെ ഒറ്റയടിക്ക് ചെയ്തുകൊണ്ടാണ്. ഇതിപ്പോ രാത്രിയാണ് ഷിയാസ് രാവിലെ മുതൽ എല്ലാം പ്ലാൻ ചെയ്ത് രാത്രിയാണ് ആ പ്ലാച്ചിനെ ആരും കാണാതെ വലിച്ചെറിഞ്ഞെന്നുണ്ടെങ്കിൽ ഇത് ആരെ എറിഞ്ഞൊന്നും അനുമോക്ക് അറിയില്ല. അതാണ് രജിത് സാറൊക്കെ കയറിയ പോലെ ഇത് കേറിയിട്ട് മെല്ലെ 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 പോണവരെ ഉപയോഗിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ പഠിച്ചു പോയത് ഒറ്റടിക്കല്ല. പക്ഷെ സംഗതി രസമായിരുന്നു. പ്രമോല് വന്നു, മാസാണ് സാധനം പട്ടയെന്ന് പോയി. പക്ഷെ അത് ഇതിപ്പോ ഇനിയിപ്പോ ശോഭയും ഇയാളും കൂടെ പറയേണ്ടതും കൂടെ ഉണ്ടെന്നുള്ളത്. 25 മിനിറ്റ് ചെയ്യണ്ടല്ലോ, അതിപ്പോ ചെയ്യണ്ടില്ല എന്നൊക്കെ പറയേണ്ട താമസം കൂടെ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് അനുമോള് കരഞ്ഞു. അനുമോള് പിന്നെ ക്യാരക്ടർ മാറി. അനുമോള് ശരിക്കും എന്താ പറയാ ഷിയാസിന്റെ ഫ്രണ്ട് അനുമോളായി. അടിക്കുന്ന ഉള്ളില് പിടിക്കുന്ന അടിക്കുന്ന തലകുത്തി പൊട്ടിക്കുന്ന ആകെ വിഷയം വൻ വിഷയം. ലക്ഷ്മിയെ പിടിച്ച ലക്ഷ്മി ഹോട്ടൽ ടാസ്ക് മാനേജർ എന്നൊക്കെ പറയണ്ടായിരുന്നു. അല്ലതിന്റെ കാക്കയാണ് നിൽക്കല്, മറ്റുള്ള ഇതിന്റെ അനിയത്തിയാണെന്നുണ്ട്. ആകെ പ്രശ്നം. ലക്ഷ്മി കയ്യിന്ന് പോയില്ലേ മാനേജർ, GM-ന്റെ അടിയിൽ മാനേജർ പോയ ജനറൽ മാനേജർ പോയില്ലേ. ലക്ഷ്മി പിന്നാലെ ഓടുന്നു, അക്ബർ പിന്നാലെ ഓടുന്നു, ശോഭ പിന്നാലെ ഓടുന്നു, ആകെ മൊത്തം സീന്. പക്ഷെ എന്താ അറിയോ, പ്ലാച്ചി പോയിട്ടും ഒരു കാര്യത്തിൽ അനുമോളെ സംഭവിച്ചു. അനുമോക്ക് അപ്പുള്ളൊരു ദേഷ്യവും സങ്കടമാണെങ്കിലും അനുമോള് മറ്റതാ. ഏത് വർക്കില് വർമ്മനാ, മനസ്സിലായോ? വർക്കില് വർമ്മനാ.
കാശ് വാങ്ങിയിട്ടാ ബിഗ് ബോസിൽ പണിയാ എടുക്കും. പ്ലാച്ചി പോയാ പോട്ടെ, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഉഷാറായിക്കോളും. പ്ലാച്ചി പോയാ പോട്ടെ, ഞാൻ പണിയെടുക്കുന്ന പറഞ്ഞ് തിരിച്ചെന്ത് ചെയ്ത് റോളിക്ക് തിരിച്ചു വന്ന്. ആൻഡ് ഞാൻ പറയുന്നു പ്ലാച്ചി ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗിന് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ. ആൻഡ് എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഞാൻ പറയാം, സാബുമോൻ പോവും, പ്ലാച്ചി കയറും ഈ ആഴ്ച. സാബുമോൻ ഔട്ട്, പ്ലാച്ചി ഇൻ. അല്ല ഇത് എനിക്കൊരു ജസ്റ്റ് വന്നതിനെ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ ഇപ്പൊ മക്കളൊക്കെ അമേരിക്കയിലാണ്. അപ്പൊ അവർക്കൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താ പറയാ വയസ്സായ വീട്ടിലെ ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ടല്ലോ, മക്കൾക്ക് ഒരു പിടി ചോറൊക്കെ കൊടുക്കുമല്ലോ. അതേപോലെ എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവരിനി ഇങ്ങനത്തെ ഒരു ഹോട്ടലുകളിലൊന്നും അല്ലേ പോവാറെന്ന് എനിക്കറിയാം. ഇങ്ങനത്തെ ഹോട്ടലുകളൊക്കെ ഉണ്ടോന്നും എനിക്കറിയില്ല. കാരണം അവിടെ പാത്രം കഴുകുന്ന ആൾക്കും അവിടുത്തെ GM-നും അവിടുത്തെ മാനേജർക്കും ഉരുട്ടി വായലൊക്കെ വെച്ചു കൊടുക്കുന്നു. അതെന്താ ഇതെന്താ അതിന്റെ ഉദ്ദേശം? അതിന്റെ ഇടയിൽ കൂടി നമ്മളെ ആരും ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ശോഭനെ. ആരും അതിന്റെ ഇടയിൽ ഒരു മാസം ഡയലോഗ് അടിച്ചത് ലൈവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഗതി അറിയാം, ഞാൻ പറഞ്ഞില്ല എന്റെ ഗസ്റ്റ് എന്റെ ചേച്ചിയാണ്, എനിക്ക് അറിയുന്ന ആളാണ്. എന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴേ ആരും അവിടെ പോയി എന്നിട്ട് ചേച്ചി പറയുമ്പോ വാണം കുട്ടാ എന്നിട്ട് ദൂരമുള്ള ഇട്ടിട്ടുണ്ട് കൊടുത്തിട്ട്. അപ്പൊ സംഗതി അങ്ങനെ എന്താ പറയാ, കുറച്ച് ഈ ഞാൻ പറഞ്ഞ ടാസ്ക് നടന്നില്ല. പക്ഷെ പുറത്തുനിന്നുള്ള കാര്യങ്ങളും ഓരോരുത്തർക്കുള്ള അടിയും ക്ലൂവും സാധനങ്ങളൊക്കെ അവിടെ നടന്നു. ഗെയിം ഒട്ടും എന്തായില്ല, ഗെയിം അവിടെ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ പറയാലോ ഓപ്പണായിട്ട് ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഇവർ രണ്ടാളും വന്നപ്പോ ഇവരെ ആക്ടിങ്ങില്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഇവർ ചെയ്ത പരിപാടികൾ ഞാൻ രണ്ടുപേരെ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ കാരണം രണ്ടുപേരും ഒരു ചലഞ്ചർ പോലെ ബിഹേവ് ചെയ്തു. പക്ഷെ ടാസ്ക് ഫെയിൽ ആയി. പക്ഷെ ഒരു ഹോട്ടലിൽ വരുന്ന ഗസ്റ്റ് ബിഹേവ് ചെയ്യണ്ടോ അതുപോലെ അല്ല രണ്ടാളും ഒരു കണ്ടസ്റ്റന്റ് എങ്ങനെ ചെയ്യണെന്ന് വെച്ചാൽ അത് ഓക്കെ. ഒരു കണ്ടസ്റ്റന്റ് ഒരു ചലഞ്ചർ എന്നുള്ള രീതിക്കാണ് അവർ ഒരു ദിവസത്തിന് കയറിയെന്നുള്ളത്. ബിക്കോസ് ഒരിക്കലും ഒരു ഹോട്ടലിൽ ഇപ്പൊ നമ്മള് ഓണറൊന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടൊന്നും ചെല്ലണ്ട. നമ്മളൊരു നോർമൽ ഹോട്ടലിൽ ചെന്നാലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും. പറയാണ് ഷിയാസ് കരീമും ശോഭയും നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ ഒരു ദിവസം വരുന്നു, അതിലൊരു വർക്കാ. അതെ. പക്ഷെ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ട്, കാരണം ഹോട്ടലിലെ ഗസ്റ്റ് മക്കളെ ഞാൻ പറയുന്നത് ഞങ്ങൾ അനുഭവിച്ചതാ. കഴിഞ്ഞ കൊല്ലം ശ്വേതാ മേനോനും സാബുമോനും, എന്റെ പൊന്നെ സാബുമോൻ അങ്ങനെ ആയിരിക്കണം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ. സാബുമോനൊക്കെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുരുട്ട് റേഞ്ച്, എജാതി കുരുട്ട് അറിയും. ഓരോ സാധനം അടിയുണ്ടല്ലോ നമുക്കിങ്ങനെ കൊള്ളും വന്നിട്ട് നമുക്ക് ജാസ്റ്റ് കലിപ്പായി പോയി ആ ചെങ്ങനോട്. അല്ലേ ഈ ഒരു ആക്ട് സക്സസ് ആക്കണേല് കണ്ടസ്റ്റൻസിന് മാത്രല്ല വരുന്ന ഗസ്റ്റിനും വളരെ തുമ്പുമാലും ഇല്ലാത്തവരെ മുന്നിക്ക് ഇവര് പോയിരുന്നു. പിന്നെ ഇവരാ കൂട്ടത്തിൽ അവരായി പോയി. അല്ല പെട്ടെന്ന് തന്നെ അവരൊപ്പം ആയിപ്പോയി. പിന്നെ അതിനിടയിൽ ഞാൻ പറയാം, ഇതിനകത്ത് ആദില നോറയുടെ ആ ഒരു സീക്വൻസ് അതൊക്കെ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ മുന്നിൽ വെച്ചിട്ട് അവര് ചെയ്തതൊക്കെ ഫൈനാണ്. ലക്ഷ്മിയെ കൊണ്ട് LGBT പറയിപ്പിച്ചതൊക്കെ ഫൈനാണ്. പക്ഷെ അത് ഈ ആക്ടിൽ ഒരിക്കലും യോജിക്കുന്ന സാധനമല്ല. ഏത് ഞാൻ പറയാ, അത് ഈ ഹോട്ടൽ ടാസ്കിനകത്ത് ഹോട്ടൽ ടാസ്കില് ആദ്യ ഓണറിന്റെ മകളും ഒപ്പം ആര്യൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇതിന് ഇത്തിക്കണ്ണിയായിട്ട് ഒപ്പം കൂടിയൊരു ഇതുമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ടാസ്ക് ഈസ് എ ബിഗ് ഫെയിലിയർ. ടാസ്ക് ഫെയിലാണ്. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഇതൊക്കെ അവരെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു പരിപാടി ആക്കിയിട്ട് മാത്രം അതിനെ കണ്ടത്. പുറത്തെ ആൾക്കാർ കാണേണ്ടത് അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവരടിച്ച് പൊളിച്ച് തീർക്കാൻ പറ്റുന്ന സംഗതികൾ പകരം വീട്ടാനുള്ളതും റിവെഞ്ച് അടിച്ചു തീർത്തിട്ടുണ്ട്. ഇതിപ്പോ സത്യം പറഞ്ഞ ലക്ഷ്മിക്കെതിരെ തീർക്കാനുള്ള ഒരു പരിപാടി മാത്രമായി മാറി. സൂപ്പർ സാധനം ഷിയാസ് ചെയ്ത് അവര് ഉമ്മ വെച്ചില്ലേ, ഉമ്മ വെച്ചപ്പോ ഷിയാസ് അപ്പുറന്നേ അതെ ഇനി വേറെ ആരെങ്കിലും ഉമ്മ വെച്ചൊന്നും പ്രശ്നമാക്കണ്ട, വേറെ ആരും ഉമ്മ വെച്ചൊന്നും ഇവിടെ കുഴപ്പമാക്കാൻ ഒറ്റ പോകും. അത് വേറൊരു ഐറ്റം. അതിപ്പോ നാളെ ഇതൊക്കെ കഴിഞ്ഞാൽ ആരെയൊക്കെ പ്രശ്നം ഉണ്ടാക്കോ? അവിടെ നിന്ന് മിസ് ചെയ്തപ്പോ പ്രശ്നമില്ല. അപ്പൊ ഞങ്ങളൊന്ന് ഇതാക്കിയപ്പോഴാ പ്രശ്നമുണ്ട്. പിന്നെ അതിനിടയിൽ സ്റ്റാർ കൊടുക്കുന്നതിൽ ഞാൻ ഒരു കാര്യം പറയാം, ലക്ഷ്മിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ അവിടെ പറഞ്ഞ ഫൈനൽ തീരുമാനം ലക്ഷ്മിന്റെ. അവിടെ ശരിക്കും പോയ ഗസ്റ്റിന് എന്ത് ചെയ്യാം, ലക്ഷ്മിനായിട്ട് അടി ഉണ്ടാക്കാം. കഴിഞ്ഞ വർഷം സാബുമോൻ എന്ത് ചെയ്തു അറിയോ, പവർ ടീമിനായിട്ട് അടിയായി. പവർ ടീമിനെ ആ ഭ്രാന്ത് പിടിച്ചിട്ട് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അതുപോലെ പവർ ടീം കയറാൻ പാടില്ല, ശ്വേതാമനുള്ളിൽ കയറാൻ ശ്രമിക്കും. അതൊക്കെ ഭയങ്കര അടിപൊളി പരിപാടികളായിരുന്നു. ഞങ്ങള് രാജിവെച്ച് പോയപ്പോ പവർ ടീം പെട്ടു. ഞങ്ങൾ തിരിച്ച് കയറില്ല കിച്ചണിക്ക് പറഞ്ഞോണ്ട് കുടുങ്ങി. എന്നിട്ട് സാബുമോ രണ്ടാമത് അവരെ വിളിച്ച് സംസാരിച്ച് അവര് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വന്ന് ഈ ടാസ്ക് അങ്ങനെയൊക്കെ പോകേണ്ട ഒരു ഐറ്റാ. ഇതെന്താ അറിയോ, ഒരു സിമ്പിൾ ആയിട്ട് ഇരുന്നിട്ട്
ഇത് കൊടുത്തു. ലക്ഷ്മിക്കും അവർക്കും കൺവിൻസ് ആയ ആളുകൾക്ക് സ്റ്റാർ കൊടുത്തു. ഇത് എനിക്ക് ഏൽപ്പിച്ചൊരു ജോലി തീർത്ത് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ടോയ്ലറ്റിന്റെ ഏറ്റവും ശ്രദ്ധിച്ചറിയും നൂറിയ അഭിലാഷം ഫുൾ ടൈം ടോയ്ലറ്റിലായിരുന്നു. അപ്പൊ അവർക്കൊരു ഇതില്ല, അതുകൊണ്ടാണ് സ്റ്റാർ കൊടുത്തത്. ഈ കിച്ചന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഹോട്ടൽ ടാസ്കിൽ. നല്ല ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗസ്റ്റിന് ഫുഡ് കിട്ടിയാൽ അവരെന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഫുഡ്, രണ്ടാമത് ബെഡ് ഏരിയ. ബെഡ് ഏരിയ ഫുൾ ടൈം അവരവിടെയാണ്. പിന്നെ അവരെ ചുറ്റിപ്പറ്റി നടക്കാൻ ചാൻസ് ഉള്ള ഒരാൾക്കാരും ഈ ബെഡ് ഏരിയയിലെ ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെ മേഡം അവിടെ ഇരിക്കും, ഇവിടെ കിടക്കും, ഇത് അവിടെ വെക്കട്ടെ, അല്ലെങ്കിൽ ആ ബാഗ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. കഴിഞ്ഞ അപ്പൊ ഇത് ശരിക്കും അതൊക്കെ ഭയങ്കര സാധനങ്ങളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്ത് അവർക്ക് ബെനിഫിറ്റ് ആയി. ഒനീലിനും ജിഷിനും അത് കറക്റ്റ് കിട്ടി. ഇതിന്റെ ഒട്ടും കിട്ടാതെ പോയത് അവിടെ നൂറയ്ക്കും അഭിലാഷിനും. വർക്ക് കറക്റ്റ് അടി. ഈവൻ അവർക്ക് ഫുഡ് വരെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അവർ രണ്ടാളും ഫുഡ് വരെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇതിനിടയിൽ ലക്ഷ്മി ഓണറെ മോളോട് വർക്കേഴ്സ് എന്താണോ കഴിക്കണം അതന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ലോജിക്ക് എനിക്ക് മനസ്സിലായി. അവിടെയൊക്കെ കച്ചറുണ്ടാക്കാം. ആര്യന് എവിടെയോ ഒന്നും ഇത് മനസ്സിലായിട്ടുണ്ടോ, ഈ സ്കീം എവിടെയോ മനസ്സിലായിട്ടുണ്ട് ആര്യന്. അതാണ് ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ പിടിച്ചിട്ട് തോട്ടിയിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരും ഇവ പിടിക്കുന്നില്ല, ഒരാള് പിടിക്കുന്നില്ല. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ് അതിൽ കയറി പിടിക്കേണ്ട സാധനം അല്ലാന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഗിസയിൽ പ്രീവിയസ് ബിഗ് ബോസ് കഴിഞ്ഞു വന്നൊരു കണ്ടസ്റ്റന്റാ. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവര് ഷോ കുറെ ചെയ്തതും കണ്ടതുമാണ്. അവർക്ക് താല്പര്യമില്ലേ കളിക്കാൻ. അവര് മലയാളം ബിഗ് ബോസ് ഇങ്ങനെയാണെന്ന് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ജിസയിൽ പൊയ്ക്കോ, പുറത്തു പോയിക്കോ. ജിസയിൽ വേണ്ട. ആ തുടക്കത്തിലുള്ള സംഭവം ഒന്നുമില്ല ജിസയിൽ. ജിസയിലൊക്കെ വട്ട പൂജ. ആ രാവിലെ പോയിട്ട് എന്ത് ചെയ്യാ, അവിടെ പോയി ഡാൻസ് കളിക്കുക, അല്ലാതെ ഒന്നും നടക്കുന്നില്ല ജിസയിലിനെ കൊണ്ടുവന്നു. അമ്മാതിരി അവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശോഭയുടെ മറ്റത് അനീഷിനെ കൊണ്ട് വേഷം കെട്ടിച്ചത്. പക്ഷെ ഞാൻ പറയാലോ, ദാറ്റ് വാസ് എ ഗ്രേറ്റ് മൂവ്. ഒരാൾക്ക് പൊളിയാൻ, അനീഷിനെ പൊളിക്കാൻ പറ്റിയ സാധനമായിരുന്നു. അതുമ്പോൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നെങ്കിൽ മനസ്സിലായോ. പോണ വരെ ഇപ്പൊ ഏറ്റവും ഇവരെ ഇറങ്ങണ സമയത്ത് മാത്രം ശോഭയ്ക്ക് പറഞ്ഞത് എന്ത്, സോറി അനീഷ്, അതായത് ഞാനൊരു ക്യാരക്ടറാണ്, ഞാൻ ശോഭ എന്ന് പറഞ്ഞ ഡയമണ്ട് മർച്ചന്റ് ആയതുകൊണ്ട് ഞാൻ അത് ചെയ്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ അതിന് പകരം അനീഷിന്റെ ട്രാപ്പില് ഇവര് പോയി വീണുപോയി. അതാ ഞാൻ പറയുന്നത്, അവരൊരു ദൗത്യം ഏൽപ്പിച്ചിട്ട് അത് തീർത്തു പോണ പോലെ തോന്നി എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതുകൊണ്ട് ചെയ്തതാണല്ലോ അപ്പൊ തന്നെ അതിൽ വീണ് പോണത്. ഇതിപ്പോ ഈ പറഞ്ഞ ആരും മനസ്സിലായി. അതെ, അവർക്ക് എന്ത് ചെയ്യാലോ. അന്ന് ഇതിന്റെ മുന്നേ എന്ത് പറയുന്നു, നോറയ്ക്കും അതിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മറ്റൊരു സാധനം ഉണ്ടല്ലോ, എന്തൊരു മേലധികാരിയോ അങ്ങനത്തെ പറഞ്ഞൊരു സാധനം കിട്ടിയെന്നല്ലോ, സർവാധികാരി. അന്ന് ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാതെ പോയതുണ്ടല്ലോ. ഇവർക്കൊന്നും ഇത് എന്താന്ന് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ്. ഓണറല്ലേ, ഓണർക്ക് അല്ല അവിടെ ഗസ്റ്റിനെ അവര് ദൈവമായി കാണണം എന്നൊക്കെ അല്ലേ പറയാ. ഹോട്ടലിൽ പറയുമ്പോ ഇങ്ങനെ വരുന്ന ആൾക്കാർ അത്ര സംഭവം കാണുന്നല്ലേ പറയാ. അനീഷ് എന്തോ ചെയ്തോട്ടെ. അനീഷ് ശരിക്കും കച്ചറുണ്ടാക്കിയത് ആരോടാ? ജിഎമ്മിനോടാണ്, ലക്ഷ്മിനോടാണ് കച്ചറുണ്ടാക്കിയത്. അല്ലാതെ മറ്റേ ശോഭ ചേച്ചി പറയണത് വീടിനകത്തുള്ളവർക്ക് അനീഷ് ഈസ് പവർഫുൾ, പുറത്ത് അനീഷ് നല്ല സെറ്റപ്പ് ആണെന്നുള്ളത് അറിയുന്ന രീതിയിൽ ഷിയാസ് ആണെങ്കിലും ശോഭയാണെങ്കിലും ആ സാധനം ഇട്ട് കൊടുത്ത പോലത്തെ ഒരു ഫീലിംഗ് ചെയ്യുന്നുണ്ട്. ആ സാധനം അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ അനീഷിന് അങ്ങനെ പാമ്പർ ചെയ്യേണ്ട ഒരു കാര്യം. ഫുഡ് കഴിക്കില്ല, ഈ കഴിക്കാൻ കിടന്നോ അവിടെ, മനസ്സിലായത്? ഈ കഴിക്കാൻ കിടന്നോ രാവിലെ. എന്തായാലും അനീഷ് ഫുഡ് കഴിക്കാൻ കിടക്കില്ല. അക്ബർ മറ്റേ ഷാനവാസ് എങ്ങനെ തീറ്റിക്കും. ഇനിയിപ്പൊ കിടന്നു എന്ന് വെച്ചോ, പിറ്റേ ദിവസം രാവിലെ എന്താണ് ഇനിച്ച് നിന്നോളും. ആ ടാസ്ക് ചെയ്യുമ്പോ അത്രയല്ലേ ഉള്ളൂ ഇതിനകത്ത്. മാത്രല്ല ടാസ്ക് ആന്നൊക്കെ മറന്ന് ഗസ്റ്റ് അവിടെ ഇരിക്കുമ്പോ ഇവര് വീടിന്റെ ഉള്ളത്തെ പേരും പറഞ്ഞ് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എന്താ അറിയോ, തമ്മിലാ പറയുന്നത്. അതായത് ഗിസയില് ഇവള് കള്ളിയാണ് അനുമോള്. ലൈവില് ഏറ്റവും വലിയ വിറ്റ് ഇവര് തമ്മിൽ തല്ലി. ഞാൻ വെച്ചത് ആകെ പൊളിഞ്ഞാടുന്നുള്ളത്. എനിക്ക് തോന്നുന്നത് മുഴുവൻ കട്ട് ചെയ്ത് മുറിച്ച് തിരിച്ചടങ്ങനെ ആക്കി. അല്ലാതെ എന്താ കുഴപ്പമെന്നറിയോ, ബിഗ് ബോസിന്റെ ടീമിന്റെ കുഴപ്പം എന്താ വെച്ചാൽ, ഈ ബിഗ് ബോസ് ടീമിന് കൺഫ്യൂസ്ഡ് ആയത് എന്താ അറിയോ, ഞങ്ങള് ലൈവില് നടന്നത് മെയിൻ ആയിട്ട് നടന്ന സാധനങ്ങൾ കാണിച്ചാൽ ഇത് ഹോട്ടൽ ടാസ്ക് അല്ലേ എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഹോട്ടൽ ടാസ്ക് ആക്കണല്ലോ. കാണിക്കാൻ എങ്ങനെ ഹോട്ടൽ ടാസ്ക് ആണെന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും വേണ്ട ഇതിനകത്ത്. മോളെ ഗസ്റ്റും അപ്പുറത്തിരുന്ന് തല്ലോടുന്നുണ്ട് കണ്ടസ്റ്റൻസ് ഒക്കെ. മറ്റേ ഗസ്റ്റിന്റെ അടുത്ത് മറ്റേ ഷിയാസ് പറഞ്ഞിട്ടില്ലേ, എന്താ ചെറുപ്പക്കാരന് വയസ്സായ ആളോ, നിങ്ങള് 10-40 വയസ്സ് അങ്ങനെ എന്തോന്ന് പറഞ്ഞു. പിന്നെ അവര് വയസ്സിന്റെ പേരും പറഞ്ഞ് തല്ലുപിടിയിരുന്നു. അനുഭവം കിട്ടുള്ള
ആ കുട്ടിക്ക് എല്ലാം കാണാതെ. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആര്യന്റെ മറ്റേ സാധനങ്ങൾ കുറച്ചെണ്ണം ഇട്ടാൽ മതി. ഇന്നത്തെ സംഗതി അടിപൊളിയായിരുന്നു. ആര്യന്റെ അതാണെങ്കിൽ ഇത് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ആയതുകൊണ്ടാ തോന്നുന്നത് ഇടാതിരുന്നത്. കുറച്ച് സോങ്സ് ഉണ്ടായിരുന്നു ആര്യന്റെ. സോപ്പിട്ട് പിടിക്കുക, കാരണം കാമുകിനെ വളയ്ക്കാനുള്ള സാധനങ്ങളെ പൈസക്ക് വേണ്ടി കുറെ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായിട്ടുണ്ട്. എന്താണെങ്കിലും അത് കഴിഞ്ഞു, എല്ലാം കൂടി ചളകോളാക്കി കൈ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അക്ബർ, എനിക്ക് തോന്നുന്നത് ഈ ടാസ്ക് കഴിഞ്ഞ് ഇപ്പൊ ലൈവിൽ അക്ബർ അടി ഫയർ ഉണ്ട്. അക്ബറിന് അവസാനമായപ്പോഴാണ് ഈ സാധനം കത്തി തുടങ്ങി. മേ ബി ഇനി എന്താ അറിയോ, അതിന്റെ പരിഹാരമൊക്കെ അടുത്ത ആള് കയറി സെറ്റ് വെക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഇവരിപ്പൊ കുറച്ച് ആളുകൾക്ക് കത്തി. ഷാനവാസിന് സാധനം കത്തി, അനീഷിന് സാധനം കത്തി, അക്ബറിന് സാധനം കത്തി. ഇവരെ ഇറങ്ങിയിട്ട് ഇനി അടുത്ത ആള് കേറുമ്പോ ഓക്കെ, അടുത്ത റിയാസ് സലീം എന്നാണ് കേൾക്കുന്നത്. റിയാസ് കേറുന്ന സമയത്ത് റിയാസിന്റെ അടി വരുമ്പോ ഇവര് ചിലപ്പോ തിരിച്ചടിക്കും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നൈസായിട്ട് കൊടുക്കാനുള്ള റിയാസ് കൊടുക്കും ചെയ്യും. ഇപ്പഴത്തെ കണ്ടസ്റ്റൻസിന് ഗുണം എന്താ അറിയോ, നല്ല കൊടുക്കും. പ്രത്യേകിച്ച് ഷാനവാസിനൊക്കെ കൊടുക്കണെന്താ, മിക്കവാറും റിയാസിന്റെ അച്ഛന് നല്ലോണം കേൾക്കുമ്പോ നല്ല കിട്ടും തോന്നുന്നുണ്ട്. കണക്കിന് കിട്ടും, ഇവര് കണക്കിന് കൊടുക്കും തോന്നുന്നില്ല. ഇവർക്ക് വന്നവരും ബിഗ് ബോസിനെ ലാലേട്ടിനെ വിറ്റെങ്കിൽ വരില്ല. പിന്നെയാണ് വന്നു കയറണവര്. വന്നു കയറുന്ന ഒരു വരിറ്റുകൾ കൊടുക്കില്ല. അതുകൊണ്ട് അത് ഒരിക്കലും നോക്കണ്ട, അത് കിട്ടാനേ ഓടില്ല. ബിഗ് ബോസ് ഒക്കെ കടന്ന് തൊണ്ടയിൽ വെള്ളം പറ്റിച്ചാലോ ഇങ്ങോട്ട് നോക്കിന്ന് പറഞ്ഞു കൊറേ വിളിക്കുന്നുണ്ട്. ഇന്ന് അവിടെ ഇരുന്നിട്ടേ ബിഗ് ബോസ് എല്ലാരും വന്ന് ഇരിക്കാൻ പറഞ്ഞ ഷിയാസ് ഉണ്ട്, ശോഭ അവിടെ ടിവിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാ. ഞങ്ങള് ലൈവിലൊരു 10-20-25 മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ബിഗ് ബോസ് വിളിച്ചിട്ട് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയാ. ശോഭയും വരുമ്പോ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിരിക്കുക, ഇപ്പുറത്ത് പോരിഞ്ഞടി ബിഗ് ബോസ് അവിടെ ഇരുന്ന് പരിചയപ്പെടുത്താൻ. അതും പോട്ടെ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ശോഭ പറഞ്ഞു ഐ ആം എ ഡയമണ്ട് മർച്ചന്റ്, ഞാൻ സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഫ്രം സൗത്ത് ആഫ്രിക്ക റിയോ ഡി ജനറോ എന്നിട്ട് ഇവരാണെങ്കിലോ വല്ല വൈവേക്കൊക്കെ ചെന്നിരുന്ന ഉത്തരം പറയാം. പേടിച്ചിട്ടേ അത് നിങ്ങൾ പറയും ലേഡീസ് ഫസ്റ്റ്, അത് നിങ്ങൾ പറയും. എന്നിട്ട് എനിക്കിപ്പോ ഒന്നും പറയാല്ല എന്നൊക്കെ ഷിയാസ്. ലാസ്റ്റ് ഷിയാസിനെ വെച്ചപ്പോ ഞാൻ കാർ കച്ചവടക്കാരനാണ്. ഞാൻ കാർ കച്ചവടക്കാരനാണ്. അതിൽ സാറിന്റെ ഏതൊക്കെ ബ്രാൻഡുള്ള ഇവര് അങ്ങോട്ട് ചോദ്യം ചെയ്യാ. അപ്പൊ പറയാം ഉണ്ടാവടാ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ തീർന്ന്. ഈ വർക്കർമാരാണോ ചോദ്യം ചോദിക്കുന്നത്? അയ്യോ മറ്റേതുണ്ടല്ലോ ഇതൊക്കെ ബെഡ് വിരിച്ചു കൊടുക്കുന്ന ആളൊക്കെയാണ്. അനീഷ് ഇരുന്നുണ്ട്. അനീഷ് സാർ എത്ര എവിടെയായിരുന്നു, എന്തായിരുന്നു ശരിക്കും വർക്ക്? സാർക്ക് ഇതിനു മുന്നേ ജിമ്മായിരുന്നോ? ഷിയാസ് പേടിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് ഉത്തരം പറയണിരുന്നിട്ട് എന്തിനാണ് ആ സാധനമൊക്കെ പറഞ്ഞു എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊക്കെ അവിടുന്ന് ഓടിച്ചു വിടണം, ഓട്ടി വിടണം. ഇടയില് ജിഷിന്റെ ഒരു മാരക ഐറ്റം ഉണ്ടായിരുന്നു, ആകെ അടി നടക്കുക. ലക്ഷ്മിന്റെ അടുത്ത് വട്ടം കൂടി അടിക്കുക. ജിഷി ഇവർക്ക് 3 സ്റ്റാർ ഉണ്ട്, 2 സ്റ്റാർ എക്സ്ട്രാ കിട്ടിയപ്പോഴേ അതിനെ കുറിച്ച് അടി ഉണ്ടാക്കട്ടോ. ജിഷ അപ്പൊ ഇത് കേൾക്കണില്ല. ജിഷി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് കിച്ചണിന്ന് കേട്ടെ. ഓടി ആരാണ്? ഞാൻ നോക്കുമ്പോ ലാസ്റ്റ് ഉണ്ടല്ലോ ഗസ്റ്റും അടീന്റെ ഇടയിലുണ്ട്, അടി നടക്കുന്നുണ്ട്. ഷിയാസ് എന്തായാലും ആകെ ഒരു 1.5 ദിവസം കിട്ടുള്ളൂ. എന്നാ പിന്നെ ആദ്യത്തെ ഫസ്റ്റ് സീസണിന്റെ സംഗതി ഇവിടെ തീർച്ചയോ. ഞങ്ങളെ സീസണിൽ ഇപ്പൊ എനിക്കിത് എക്സ്പീരിയൻസ് ഉള്ള ഇത് ഞാൻ എന്റെ സീസണെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടാ. നമ്മളെ എക്സ്പീരിയൻസ് കണ്ടോണ്ട് പറയാ. നമ്മളെ സീസണിൽ ജാസ്മിന്റെ ചിപ്പ് മാറ്റി വിട്ടിട്ട് അടുക്കളയിൽ കയറി റസ്മിൻ ജാസ്മിൻ ഇട്ട് തല്ലി. അടി വന്നടി നടക്കുക അവിടെ. ഈ ഗസ്റ്റായ ആളുകള് ശ്വേത മാം ആണെങ്കിലും മറ്റേ സാബുമോനാണെങ്കിലും രണ്ടുപേരും ഗസ്റ്റാണ്. അവര് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. അവര് വളരെ ക്ലീൻ ആയി റൂമിലിരുന്നു. അത് ബിഗ് ബോസ് തീർക്കാനുള്ളത് തീർത്തോന്ന് പറഞ്ഞു. അടി കഴിഞ്ഞ് കുറച്ച് വന്നപ്പോ രണ്ടാളെയും വിളിച്ചിട്ട് ഒന്നിരുന്ന് സംസാരിച്ച് ചോദിച്ചു. സാബുമോനന്റെ ബ്രില്യൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അയാളാണെങ്കിലും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് എല്ലാരും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നെങ്ങനെ അറിയിച്ചറിയോ? ഇന്ന റോബോട്ടാ ഇന്നോട് നമ്മള് കണ്ടല്ലേ. ഇന്നോട് വന്നിട്ട് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് കോയിൻ തരും, ഓക്കെ, പക്ഷെ നീ പഴയ പുറത്തൊരാളുണ്ട്, നീ നിന്റെ ഹിസ്റ്ററിയിൽ ഒന്ന് സെർച്ച് ചെയ്യ്, ഗൂഗിളില് സീക്രട്ടൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാന്ന് മനസ്സിലായിട്ട് പോലും കേൾക്കാൻ രസമുണ്ടായിരുന്നു അയാൾ പറയുമ്പോ. അങ്ങനെ ഇട്ട് തരുന്നു അയാൾ ഓരോ കാര്യങ്ങള്. ഇത് പക്ഷെ പറഞ്ഞ കാര്യമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവരവിടെ ആകെ മൊത്തം എറിഞ്ഞു പോന്നിട്ടുണ്ട്. അതായത് ആരൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, സാധനം കൊടുത്തിട്ടുണ്ട്.
ബാക്കി എല്ലാ സീസണുകളിലും ഇത് ലാസ്റ്റ് എത്തുമ്പോ ഏകദേശം എല്ലാവർക്കും അറിഞ്ഞു ഈ സീസണിൽ ഇപ്പോഴേ എല്ലാവർക്കും എല്ലാം കുറച്ച് മനസ്സിലായിട്ടുണ്ട്. ബുദ്ധിയുള്ള എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്താണ് അവസ്ഥ. പിന്നെ ഇവരായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട്, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിന് മനസ്സിലാവുന്ന കുറെ കുറുക്കനും കുറുക്കത്തികളും ഉണ്ട് ഇതിനകത്ത് മനസ്സിലാവുന്ന കണ്ണിയും കുറെ ഐറ്റങ്ങളുണ്ട്. അതിലൊന്ന് ഉറക്കി കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ മനസ്സിലായ ഒരാളാണ് അനീഷ്. അനീഷ് വളരെ മറ്റേ ആദ്യം ആൾക്കാർ വന്നപ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും അനീഷ് സാധനം മനസ്സിലായിട്ടുണ്ട്. അക്ബറിയും ഉണ്ടായിരിക്കണമെന്നായിരിക്കണം. മാത്രല്ല അനീഷിനെ എനിക്ക് ഞാൻ മനസ്സിലാക്കണ ലാലേട്ടൻ സംസാരിക്കുമ്പോ തന്നെ അതിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൊന്നും മനസ്സിലാവാത്ത ഒരാളെ ഞാൻ പറയട്ടെ, സാബുമാൻ. ഒന്നും മനസ്സിലായിട്ടില്ല. മൂപ്പർക്ക് എവിടെ ഇരിക്കുന്നത് പോലും മനസ്സിലായിട്ടില്ല. ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്നാമത് ലാലേട്ടൻ സ്ക്രീനിൽ വരികയാണെങ്കിൽ ഇയാൾ ചിലപ്പോ വല്ല സിനിമകളിലാണോ ഇരിക്കണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അവൻ ഒന്നും മനസ്സിലാവാൻ വഴി ഞാൻ കാണില്ല. ലക്ഷ്മിക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ലക്ഷ്മി ഇത്രയും ചെയ്തുകൊണ്ട് അല്ല മൂപ്പത്തിക്ക് എന്തായാലും മനസ്സിലായി പുറത്ത് നെഗറ്റീവ് വന്നു. പിന്നെ തലേന്റെ ഉള്ളിൽ ഫുള്ളി പേടിയും കുടുങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് മൂപ്പത്തി ആന്തരികമായിട്ട് ഇങ്ങനെ ലക്ഷ്മിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഒന്നും മനസ്സിലാത്ത വേറെ ആളുകളാവുന്ന അറിയാം. ആര്യൻ പറഞ്ഞിട്ട് പക്ഷെ ആരും എന്താ പറയാ ഇപ്പൊ കിട്ടിയ അവസരം എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കണം അവിടെ. ഇന്നത്തെ ആ ഒരു ഇത്താറും കൂടെ കിട്ടിയവരുണ്ടല്ലോ, അയാൾ അടിച്ചു പൊളിക്കാൻ ഒരു സാധനം മനസ്സിലായി. ആരൊന്നും ഇവിടുത്തെ കിട്ടും എനിക്ക് തോന്നുന്നില്ല ആര്യന്. പിന്നെ ചിരിച്ചിങ്ങനെ നിന്നിട്ട് ലാലേട്ടൻ ചീത്തനോ ഒറ്റ പോക്കാ ശരി. അത് കണ്ടിന്നോ? അതിലെയാണ് നിങ്ങളുടെ പ്രണയിനിയാണ് ആര്യന്റെ ഭാവം. കൊറേ സീനുകളുണ്ട്. അങ്ങനെ മനസ്സിലാവണ കുറച്ച് ആൾക്കാരുണ്ട്. മറ്റൊന്നും ചെയ്യാൻ നേരം കിട്ടിയില്ല അല്ലേ. നെവിൻ അത് ഭയങ്കര വൃത്തി. അതൊന്നും ഇല്ലട്ടോ. നെവിൻ എന്താ അറിയോ, ബിഗ് ബോസിന്റെ റൂളൊന്നും എനിക്ക് ബാധകമല്ല. അന്നും ഷാനവാസ് കച്ചറ ഉണ്ടാക്കുമ്പോഴും തന്നെ പറഞ്ഞത് ഇവന് മാത്രം ഒന്നും ബാധകമല്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കട്ട് തിന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ കഴിക്കും, എനിക്ക് സമയത്തിന് ഫുഡ് കഴിക്കും, ആർക്ക് കിട്ടിയില്ല എനിക്ക് കാര്യമില്ല. ആ ലൈനാണ് നെവിന്റെ. പിന്നെന്താ നെവിൻ ഡൗൺ ആണ്. കാരണം ഷാനവാസിന്റെ എന്താ പറയാ, ഇന്ന് ഈ ടാസ്ക് നടന്നുകൊണ്ട് ഷാനവാസിന് ഇഷ്യൂ എസ്കലേറ്റ് ആവുന്നില്ല. ഇവര് ആക്റ്റീവ് അല്ല, ഇവരിങ്ങനെ വെറുതെ നടക്കാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഇഷ്യൂ ആ വീട്ടിലെ ഏറ്റവും വലിയ മറ്റേ സാധനമായിട്ട് കത്തിയിട്ടുണ്ടാവും. ഇനി ഇവരെ ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് അടുത്ത വീക്കെൻഡ് ആവുമ്പോഴത്തേക്ക് ഈ സാധനം കത്തും, നല്ല രീതിയിൽ കത്തും. ഞാനാണെങ്കിലും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ഇടാതെ ഇരിക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഇത് എന്തെങ്കിലും ഇനി ഇതിന്റെ മുകളിൽ എസ്കലേഷൻ ഉണ്ടോ നോക്കട്ടെ. നോക്കാലോ. ഞാനൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. ആ ക്ലിപ്പില് ഗിസേലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട് നെവിൻ. അതേ സീനില് ആര്യന്റെ കാല് ബെഡ്മ തട്ടുന്നുണ്ട്. കിടത്തി ആര്യനെ കിടത്തി മസാജ് ചെയ്ത് കാലുമ തൊട്ട്. അതായത് നെവിന്റെ ഒരു ലൈന് തന്നെ എന്താണ് അറിയാം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെങ്ങായി എന്താണ് പെട്ടെന്ന് ദേഹത്ത് ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്. എന്താ വെച്ചാൽ ചില ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുക അങ്ങനെയാണ്, വന്ന് കെട്ടിപ്പിടിച്ച് കടിച്ചിട്ട് അങ്ങോട്ട് മേത്ത് തൂങ്ങും, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും അത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തില് ഈ പറഞ്ഞ ഷാനവാസ് ഇവനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഷാനവാസ് അനീഷിന് കൊടുത്ത പോലെ തന്നെയാണ് ഷാനവാസ് നെവിന് വെച്ചൊരു സ്പേസ്. കാരണം അതുകൊണ്ടാണ് നെവിൻ പുറത്തു പോയപ്പോ കുറെ ആൾക്കാർ ഇന്നിപ്പോ ആ റീൽ അയച്ചിട്ട് പറഞ്ഞു കണ്ടന്റ് നല്ല പറഞ്ഞത്. പക്ഷെ അയാൾ പറഞ്ഞത് ആ ഒരു കണ്ടന്റ് ബേസ് തന്നെയാണ് അയാൾ പറഞ്ഞത്. മനസ്സിലായോ? ആ കണ്ടന്റ് ബേസ് ആ ഒരു കോമ്പോന്റെ സാധനം തന്നെയാണ് അവൻ ഷാനവാസ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് നെവിന് കൊടുത്തിട്ടുണ്ട് ഷാനവാസ് എന്നുള്ള അവിടെ ക്ലിയർ അല്ലേ, ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവിടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഷാനവാസിന് എല്ലാ റൈറ്റ്സും ഉണ്ട്. എന്ത് അത് ഷാനവാസ് അൺകംഫർട്ടബിൾ. ഇപ്പൊ ഒരു പെണ്ണിന് മാത്രമല്ലല്ലോ, ഒരാൺ അൺകംഫർട്ടബിൾ ആവുന്ന ഒരു ടച്ച് ആണിന് വന്നാലും ആണിന് പറയാം ഇല്ലേ? ഷാനവാസ് പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല ഷാനവാസ് പറയുന്നതിന്. പക്ഷേ അതിലേക്ക് ആദില ചെയ്ത ഫ്യൂവലിംഗ് ആണ് ഞാൻ ഇപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ കുറെ പേര് ഇന്നലെ എനിക്കിരുന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആദിലിട്ട ഫ്യൂവൽ, അതായത് ഞങ്ങളിവിടെ ഞങ്ങളെ ഈ ഒരു ഇത് ഡിസ്ക്ലോസ് ചെയ്ത് പുറത്തു വന്ന ഒരാൾക്കാരാണ്. നമ്മൾ എവിടെ ഇത് എന്ത് ചെയ്തിട്ടില്ല, പറയാതെ ഇരുന്നിട്ടില്ല. ഇവൻ ഇപ്പോഴും ഇത് പുറത്തു പറയാതെ, ഇവന്റെ ഐഡന്റിറ്റി പുറത്തു പറയാതെ, ഐഡന്റിറ്റി പുറത്ത് അല്ല ഇതിപ്പോ എന്താ അറിയോ, അയാളെ ഐഡന്റിറ്റി ഇവരിതെടുത്ത് ചോദ്യം നമ്മളെ. അതുകൊണ്ട് എന്താ അറിയോ ഷാനവാസും പെട്ടു. ഇപ്പൊ ഈ സാധനത്തിനകത്ത് അല്ല ഇപ്പൊ ആദിലത് വെച്ചില്ല. അതിലിപ്പോ ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞില്ല. ഈ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി പുറത്ത് പറയുന്നത് ഒന്നും വെക്കാതെ അതിലെ ക്ലീൻ ആയിട്ട് വന്നിട്ട് പറയാണ്. ഷാനവാസിനെ ഒരു ബാഡായിട്ട് ഇവൻ എന്ത് ചെയ്തു, ടച്ച് ചെയ്തു. ഇത്ര പറഞ്ഞാൽ മതി.
അതെന്താ എല്ലാരും ഏറ്റെടുക്കില്ലേ? അതിന്റെ മുകളിൽ ഓൻ ഒരു അതിനൊരു ഐഡന്റിറ്റിയോ ഇതിലിപ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ പറയുക, അയാളെ ഐഡന്റിറ്റി പറയാൻ ഇഷ്ടപ്പെടാത്തടത്തോളം അയാൾ പറയേണ്ട അയാളെ ഇഷ്ടമാണ്. വേറൊരാളെ ഐഡന്റിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് അവിടെ എന്തോന്ന് പറയാനുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അവിടെ സാധാരണ നോർമലിൽ നിന്ന് എന്തൊരു വ്യത്യാസം ഉണ്ട് നമ്മളിടയ്ക്ക് പറഞ്ഞു തരല്ലേ. അതായത് ഇവര് ഈ പ്രവീൺ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അതിനുശേഷം ഷാനവാസിനുണ്ടായ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, അഭിലാഷിന് ഒരു വട്ടം ഉണ്ടായിട്ട്, പിന്നെ അഭിലാഷും ഷാനവാസും എല്ലാരും കൂടി ഇരുന്നപ്പോ അഭിലാഷ് ഒരു വട്ടം അത് പറഞ്ഞതായിട്ട് ലൈവിലുണ്ട്. ഓക്കെ, കാരണം ഇവ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഇതിന്റെ കാര്യം. പക്ഷെ അപ്പോഴൊക്കെ എന്താ അറിയോ, ആദില പറഞ്ഞ ഒരു കാര്യത്തിന്റെ മുകളിലാണ് ഇത് കംപ്ലീറ്റ് ട്വിസ്റ്റ് ആയത്. ആ സാധനം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈവൻ ഷാനവാസിനും കംഫർട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യാം, സംഗതി മുന്നോട്ട് ടേക്കപ്പ് ചെയ്യാം. നെവിനും സംശയങ്ങളിലായി. ഈ സാധനത്തിന്റെ മുകളിലും ഒരു ഭയങ്കര ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു അവസ്ഥയായി. അതെ, അതാ ഞാനും പറഞ്ഞത്, നമ്മളിടയ്ക്ക് അങ്ങനെ ചിന്ത ഇട്ട് വന്നു. കാരണം അയാൾക്ക് പറയാൻ താല്പര്യമില്ലാത്തോടത്തോളം ഓൾറെഡി പുറത്തിരിക്കുന്ന നമ്മളിലേക്ക് പ്രീവിയസ് കണ്ടസ്റ്റൻസ്, അതായത് പറഞ്ഞ ജാൻമണി അടക്കം നെവിൻ ഗേ ആണെന്നുള്ളത് ഇന്റർവ്യൂല് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് ഓടുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇവർ കൊണ്ടുപോയിട്ട് രണ്ടാമതും ജനങ്ങളെ മുന്നിലേക്ക് ഈ സാധനം ഇട്ട് കൊടുക്കുക. ഇവർക്ക് എന്തായാലും പുറത്ത് നടക്കുന്നത് അറിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ പുറത്തത്, അതാ ഞാൻ അന്ന് പ്രവീണിന്റെയും പിന്നെ ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പുറത്ത് എന്താ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, മനസ്സിലായില്ല. ആ സ്റ്റോറി ലൈനും കൂടി ഉള്ളപ്പോ ഈ സാധനം വന്നപ്പോ ഫ്യൂവലായി, അതാണ് ഉണ്ടായത്. സോ എന്താണെങ്കിലും അതിന്റെ എന്താണ് ഫ്യൂച്ചർ എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതിൽ ആരായിട്ട് എപ്പിസോഡിൽ എങ്ങനെയാന്നുള്ളത്. റിയാസ് ഇതൊക്കെ കണ്ടു കയറുന്ന ഒരാളാണ്. റിയാസ് ചിലപ്പോ ഈ സാധനം എന്ത് ചെയ്യും. പക്ഷെ ഞാനാലേക്കും റിയാസ് അതിലേക്ക് തന്നെ ഉറക്കെതിരെ കളിക്കേണ്ടി വരുമോ, ആർക്കെതിരെ കളിക്കുന്നുള്ള, ലക്ഷ്മിക്കെതിരെ കളിക്കും. അത് ലക്ഷ്മിക്കെതിരെ തന്നെ ആയിരിക്കും. അത് റിയാസിന്റെ കൊട്ട് ലക്ഷ്മിക്കെതിരെ. ശരിക്കും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോ പറഞ്ഞത് വെച്ചാണെന്നുണ്ടെങ്കിൽ ശരിക്കും റിയാസ് അനീഷിനെ കൊട്ടാനായിരിക്കണം വരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കണ അതല്ലല്ലോ, അനീഷാണ് അവിടെ ഏറ്റവും കൂടുതൽ ലേഡീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ റിയാസിന്റെ കൊട്ട എങ്ങനെ അറിയോ, ഓപ്പോസിറ്റ് റിയാസ് ഇവരെ പോലെ അല്ല. റിയാസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതൊരു 1.5 മുതലാ സംഗതി. ഓന്റെ പല കാര്യങ്ങളും എനിക്ക് പറ്റില്ലെങ്കിലും ഇങ്ങനത്തെ തൊരപ്പം പണിക്കൊക്കെ എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബ്ലെസ്ലിയും കൂടെ അതിന്റെ കൂടെ വരണം. തൊരപ്പം വെക്കാൻ റിയാസ് പ്രവോക്ക് ചെയ്യാനും റിയാസ്. എനിക്ക് ലക്ഷ്മിക്ക് ആവില്ല, എനിക്ക് ഷാനവാസിനൊക്കെ നല്ലോണം പൊളിക്കാൻ ചാൻസ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി. ഈ റിയാസിന്റെ പ്രശ്നം എന്താ അറിയോ, റിയാസിന്റെ സീസണിൽ തന്നെ വികാരമില്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. റിയാസിന് തയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സഹിക്കാൻ പറ്റിയ ഒരാളുണ്ടല്ലോ, ബ്ലെസ്ലി. ഒരു പ്രൊവോക്കേഷനും വിട്ടില്ല. ബ്ലെസ്ലി എന്ന് പറഞ്ഞ ഗെയിമറാണ്, മനസ്സിലായോ? അതൊരു വേറെ തരം ജിന്ന് ഗെയിമർ ആയിരുന്നു ആ സാധനം. പിന്നെ ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല, മനസ്സിലായി. ഇപ്പൊ അനീഷ് ആണെങ്കിലും സ്വന്തം കാര്യം വരുമ്പോ ആകെ ഒരാൾ മനസ്സിലാക്കിയത് പൊളിയും ചെയ്തു, റിവേഴ്സ് സൈക്കോളജി. അതറിയോ, ഞാൻ പറയാലോ, ഈ ആരെ പ്രൊവോക്കേഷനിലും പെടാത്ത ഒന്നാ മുതല ഒരു കാര്യമില്ല കേട്ടോ. അതിനെ പ്രൊവോക്ക് ചെയ്തിട്ടൊക്കെ വെറുതെയാണ്. റന ഫാത്തിമ എന്നല്ല പറഞ്ഞപ്പോ നീ ഇത് കണ്ടന്റ് ആക്കിക്കോ, നമുക്കിത് കത്തിക്കാം. എത്ര എളുപ്പം തിരിച്ച് കള്ളം പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഓ ഇതാണോ നീ നമ്മൾ പ്ലാൻ ചെയ്യാൻ. അക്ബർ ഇങ്ങനെ മറ്റേതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് ഇത് ഞാനും അക്ബറൊക്കെ പാടുന്നൊക്കെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അക്ബർ തിരിച്ചിട്ട് അത് മാത്രല്ല ഉമ്മ കേസ് വന്നില്ല ജിസേലിന് ചിലപ്പോ. അപ്പൊ മൂപ്പര് ആദ്യമൊക്കെ ഒന്ന് റിയൽ ആയിട്ട് സാധനം കുറച്ചു കഴിയുമ്പോ മൂപ്പര് ആക്ടിങ് ഈ അനുമോൾക്ക് എന്നോടൊരു ഇതുണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് മറ്റാള് ഒറ്റടിക്കും. അയ്യോ അതാണ് അങ്ങനത്തെ ഒരു സാധനം അയാളെ കാര്യം തന്നെ അന്ന് പറഞ്ഞില്ലേ, എന്നെ എന്താ മുടി വെട്ടാന്ന് ചോദിച്ചപ്പോ എന്നോട് മറ്റേ സിനിമാടന്റെ കട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എമീറിന്റെ കട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞില്ലേ. അല്ല ഇന്ന് കോട്ടൊക്കെ ഇട്ടൊന്ന് അനീഷ് നിങ്ങളെ കാണാൻ ഹിന്ദി നടനെ പോലെ അനീഷ് ഇട്ടോ അതിലേ. ആ പാട്ടൊരു 1.5 പാട്ട് കാണിക്കാതെ ഭയങ്കര മോശം. ശരിക്കും റീല് കട്ടായിട്ടിടാ. നമ്മൾ അക്ബർ ഉണ്ടാക്കണ മാതിരി എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരെ പറ്റിയും പാട്ട് പാടിയിട്ട്. അയ്യോ പക്ഷെ അതിലേറെ ചേറിയിരിക്ക ബിഗ് ബോസിനെ വിളിച്ചതാ. ബിഗ് ബോസ് ഇതിലേക്ക് അടിച്ചിട്ടേ മൂപ്പര് ക്യാരക്ടറിലോട് മുഴുകിട്ട് ഇരുന്നിട്ടേ
ഈ ഇത്താറ് കൊണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇയാളെ വിളിച്ചത്. ആരെയും വെച്ചപ്പോ ബിഗ് ബോസ് എന്നൊരു പാട്ട്. സർക്കസിന് പട്ടിയില്ലേ പട്ടിയില്ലേ ഞാൻ പട്ടിയില്ലേ അപ്പൊ ഓക്കെ ഗൈസ്. ശോഭിച്ചിട്ടാണ് നല്ല ഭംഗി ഉണ്ടായത്. അയ്യോ അതല്ല ഞാൻ പറഞ്ഞല്ലോ, അവരാ ഹോട്ടൽ ടാസ്കിലെ കാണാൻ ഞാൻ പറഞ്ഞിട്ട് ഹോട്ടൽ ടാസ്കിലെ ഗസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു സംഗതി ദാറ്റ് ഈസ് എ ഫ്ലോപ്പ്. ബട്ട് അവര് കേറിയ സംഗതിയിൽ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വെതറി വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ശ്രദ്ധിച്ചു, ശോഭിച്ച് മാക്സിമം അതിലൂറിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ലക്ഷ്മിക്ക് തുടയ്ക്കാൻ വേണ്ടിട്ടും കുളിക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ. പക്ഷെ അവര് എന്തിനാണ് മറ്റേ ഇവിടെ ഇരുന്നിട്ട് കൈ മസാജ് ചെയ്യാനൊക്കെ, കൈ മസാജ് ചെയ്യാൻ വിവിധ തരം പോസ്റ്റിലിരിക്കുന്ന എല്ലാരും കൂടി പിടിച്ച് കൈ മസാജ് അതല്ല, അത് മാത്രല്ല തന്നെ ബിഗ് ബോസ് വിളിപ്പിക്കുകയും ചെയ്തു. വേറെ കാര്യണ്ട്, ഇവര് മറ്റേ ചക്ക ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്ക കൂട്ടാണ്ടാവില്ലേ, ഇവര് മാറണ്ടേ അവിടുന്ന്. അതായത് പേടി പോലെ. അതായത് എനിക്ക് ആ ബാത്റൂം ടീം മാത്രമേ എനിക്ക് വരാത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഗസ്റ്റ് ഫുഡ് കഴിക്കുമ്പോ അവിടെ പോയി നോക്കിക്കുക, എന്നിട്ട് ഗസ്റ്റിന്റെ അടുത്ത് ചോറൂരില വാങ്ങിക്കുക. തേനീച്ചക്കൂട്ടം ഇങ്ങനെ ബലിയൊക്കെ കിട്ടുമ്പോ ഒരു കാക്കളെ കൊന്നിരിക്കുന്ന എല്ലാരും ഈ ഫുഡ് ഇതാക്കി കൊടുത്ത് ഇങ്ങനെ നോക്കിക്കുക, ഇവര് ഉരുള ഉരുട്ടിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എനിക്കതൊക്കെ ഭയങ്കര ഇതായി തോന്നി. കാരണം അവരവിടെ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ അതൊക്കെ അടിപൊളി പരിപാടിയായിരുന്നു. ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇവരുടെ അടുത്ത് വാങ്ങിക്കാൻ അവിടെ പോയി നിൽക്കണത് അതിനും വലിയ ബോറ്. എന്താണെങ്കിലും കൊള്ളാം. അതൊക്കെ കഴിഞ്ഞു. ഇനി നാളെ അല്ലേ, പക്ഷെ എന്താ അറിയോ, റിയാസ് കയറി കൊടുത്തതിനേക്കാൾ ഇമ്പാക്ട് ആയിരിക്കും 2 ദിവസം കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ കാര്യങ്ങൾ. അത് ഞാൻ ഉറപ്പ് പറഞ്ഞത്. കാരണം ഡയറക്റ്റ് കൊടുത്ത സാധനങ്ങൾക്കുള്ള ഒരു ഇതെന്താ അറിയോ, ഈ ടാസ്ക് കഴിയുമ്പോൾ ഇവര് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. വീട്ടിൽ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ സ്ട്രൈറ്റ് സാധനങ്ങൾ. വിരലില് മറ്റേ സാധനം ഉണ്ടായിരുന്നു, റെയിൻബോ. അത് അതൊക്കെ കണ്ടു. ആര് റെയിൻബോ? ഇതെല്ലാവർക്കും മനസ്സിലായി എന്താ പറയുന്നത്. ഗസ്റ്റിന്റെ അടുത്ത് അതൊക്കെ ചേച്ചീന്റെ പോലെയാണ് ഒരു ഉരുളോ വെച്ചിട്ട് ഭക്ഷണത്തിന് ചോദിച്ചത് എനിക്ക് ഇഷ്ടമായത്. എന്തൊക്കെയാണെങ്കിലേ ഫുഡിന്റെ അടുത്ത് പോയിന്നോണ്ട് ചോദിച്ചിങ്ങനെ നോക്കണത് ഫുഡിന്റെ നോക്കിയിരുന്ന ഇങ്ങനെ അടിച്ചോണ്ട് വന്നിട്ടാ കൊടുത്തത്. മാത്രല്ല അനുമോളും മാത്രം നിറകൂടായിരുന്നു. അത് എടുത്ത് പറയാനുണ്ടോ. അപ്പൊ ലക്ഷ്മി ചെയ്തു എന്ന് പറയുമ്പോ തന്നെ അനുമോള് നന്നായിട്ട് മാനേജറായിട്ട് ഭയങ്കര പണി എടുത്തിട്ടുണ്ട്. പ്ലാച്ച് കുഴപ്പമൊന്നും കിളി പോയെങ്കിലും അല്ലെ, ബാക്ക് ടു സാധനത്തിലോ ട്രാക്കിലോ അനുമോള് നല്ല പണി എടുത്തിട്ടുണ്ട്. അനുമോള് കാരണം കഷ്ടപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓടി എത്തി എല്ലായിടത്തും എത്തി പരിപാടിക്ക് നോക്കിയിട്ടുണ്ട്. ഈവൻ ആ യക്ഷിയായിട്ട് വരെ മേക്കപ്പ് ഇട്ടിട്ട് ആ മേക്കപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇരുന്ന് പണി എടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ബൈ. എന്നാലും ആ സാബുമോന്റെ അവസ്ഥ അയാൾക്ക് ആ വടിയും പിടിച്ച് ഇരിക്കാൻ കൊടുത്തത് എന്തിനാന്ന് അയക്കും മനസ്സിലായില്ല. പാവം അയാൾ ഇനി വല്ല ഒരലാണ് എന്തെങ്കിലും ഇടിക്കാൻ കൊടുത്താന്ന് വെച്ചിട്ട് സാധനം വരുന്ന വെച്ചിരുന്നാണോന്നാവോ. ഭാഗ്യം ഓൻ അവിടെ നിന്നത്. ഓനോട് ഒന്നും പറഞ്ഞ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ഓൻ ആ ഇതിലെ പുറത്തു പോയി. ഇവര് ഗസ്റ്റിന് ജയിലൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ. അല്ല അതൊക്കെ എന്തിനാ, ഹോട്ടലാണ് പറഞ്ഞിട്ട്. ഇതാണ് ഞങ്ങള് ഏത് ഹോട്ടലിലെ ജയില്, കേരളത്തില്ല ലോകത്ത് ഏത് ഹോട്ടലിലെ ജയില്. അവിടെ ബിഗ് ബോസ് അവർക്ക് ഫുഡ് കൊടുക്കാത്തതും ഈ കഥയൊക്കെ ഉണ്ട്. എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റി റൂമിലാണ് കിടന്നത്. അപ്പൊ മറ്റേ ചാടി കളിക്കുന്നില്ല ആര്യനും അവരൊക്കെ മറ്റേ ഹോട്ടൽ ഉള്ളിലാന്ന് പറയുമ്പോ അതല്ല രസം. ശോഭ പോയിട്ട് മറ്റേ അനീഷിന്റെ അടുത്ത് ഡു യു ലൈക്ക് ടു കം ഔട്ട് സൈഡ്, അതില് ജിഷിന്റെ അപ്പുറത്ത് യാ ഗോ ഔട്ട് സൈഡ് ഗെറ്റ്. ഇതൊരു കാര്യം വേറെ ആര്യന്റെ സീരിയസ് ആയി പറഞ്ഞ എന്താ അറിയോ, ആര്യൻ ഒരു മറ്റേ പ്രോ വെർഷൻ, ആര്യന്റെ ഒരു 144p ആണ് ജിഷിൻ. മാറ്റൊന്നുമില്ല, രണ്ടും ഒരു തൊഴുത്ത കെട്ട അങ്ങനത്തെ ഐറ്റങ്ങള്. കൊള്ളാല്ലേ. ഓക്കെ, നാളത്തെ എപ്പിസോഡ് നോക്കാം. ഇന്ന് രാത്രി ലൈവിന് നല്ല കിടിലൻ ഐറ്റങ്ങൾ കാണാൻ ചിലപ്പോ കോമഡി ഉണ്ടാവും.